വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് നാളെ ഞാൻ ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന വീഡിയോസൊക്കെ ഇടുമായിരുന്നു. ഇപ്പം അതൊന്നും പറ്റുന്നില്ല. അപ്പം ഇന്ന് വീട്ടിലുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു വേറൊന്നുമില്ല കേട്ടോ, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ ഇടാന്ന്. കാരണം നമ്മൾ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇടുമായിരുന്നു, പിന്നെ വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പായിപ്പോയി. അങ്ങനെ അധികം കഴിക്കുന്നതായിട്ട് ഇങ്ങനെ ഇടാറില്ല. അപ്പം ഇന്ന് വിചാരിച്ചു ഇടാന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, അമ്മ ചോറ് രാവിലെ വെച്ച്, അമ്മ രാവിലെ ജോലിക്ക് പോയി. അപ്പം ചോറ് ഇത് ബീട്രൂട്ട് തോരനാണ്. പിന്നെ ഇവിടെ ഇത് ഇത്രയും ചേച്ചിയോടാണ്, ചേച്ചി കൊണ്ടുവന്നതാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒഴിച്ചു കൂട്ടാൻ ബീട്രൂട്ട് തോരൻ, പൊരിച്ചമീൻ, പിന്നെ ഇത് ബീൻസും പിന്നെ ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തോരനാണ്. ഇവിടെ അമ്മ വെക്കും, മിക്സഡ് തോരനായിട്ടൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങളെല്ലാവരും ഞാൻ കഴിക്കട്ടെ. കൂട്ടുകാരെ, ഞാൻ രാവിലെ കൈയൊക്കെ കഴുകിയിട്ട്, രാവിലെ ഇപ്പം ഞാൻ കഴിക്കണതിന് തൊട്ട് മുമ്പ് പോയി കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വെള്ളം എൻ്റെ കയ്യിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, അതൊന്ന് തുടച്ചൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം കൈ കഴുകിയിട്ടുണ്ടേ. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ കഴിക്കണം വീഡിയോ ഒക്കെ എടുക്കണം, പക്ഷേ ഒന്നും നടക്കാറില്ല. ഇപ്പം എൻ്റെ അടുത്തല്ല, എന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് സംശയമാണ് എങ്ങനെ കഴിക്കും എന്നൊക്കെ, കൈ വെച്ചിട്ട് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. പുതുതായിട്ട് നമ്മൾ വീഡിയോസൊക്കെ കാണുന്നവരായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ അല്ലാതെ എന്നോട് നേരിട്ടും ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോസിലായിട്ട് ഇതുപോലെ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് ഈ പരിപ്പ് കറി, സാമ്പാർ, ഇതുപോലെ ഒഴിച്ച കറി ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണം, അതാണ് ടേസ്റ്റ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു ഉച്ചത്തെ ഒരു കുഞ്ഞൊരു ഇതെടുക്കാമെന്ന്. എനിക്ക് ആ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളിങ്ങനെ കഴിക്കുന്ന വീഡിയോസൊക്കെ എടുത്തിടുക. പക്ഷേ കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാം, എന്നോട് എല്ലാവരും പറയാറുമുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഇടണമെന്ന്. അതെ, എനിക്കും അതാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ്. എനിക്കറിയാം ഇതെന്ത് വീഡിയോ ആണെന്നൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോസായിട്ട് ഇടുന്നത്. അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും ഇടാനൊന്നും പറ്റാറില്ല. ഒന്നാമത്തെ കാര്യം സമയക്കുറവ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ട്, അതൊക്കെ കൊണ്ടിട്ടാണ്. എനിക്കും ആഗ്രഹമുണ്ട് ഓരോരുത്തർ ചെയ്യുന്ന പോലെയൊക്കെ ഇത്തിരി കൂടി നന്നായിട്ട് നല്ലൊരു ഇതിലൊക്കെ ആയിട്ട് ചെയ്യണമെന്ന്. നടക്കും, ഇപ്പം നടന്നില്ലെങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ എന്തായാലും നടത്തും ഞാനത്. ഇപ്പം തൽക്കാലം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ അത് ഇത്തിരി കൂടി നന്നായിട്ട് ഇടാൻ പറ്റും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യണം. കുറച്ച് ബീട്രൂട്ട് തോരൻ, പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചൂരമീൻ. കുറച്ച് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുമ്പം എനിക്ക് തനിയെ കഴിക്കാനാണ് ഇഷ്ടം. ഇത് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ സ്പൂണ് വെച്ച് കഴിക്കുമ്പം എനിക്കങ്ങനെ ആഹാരം കഴിക്കുന്നതിനോട് വലിയ താല്പര്യം ആ സമയം എനിക്ക് തോന്നാറില്ല. ഞാൻ കഴിക്കണ കുറവാണ്. പക്ഷെ വീട്ടിൽ വന്നാൽ ഞാൻ വാരി കഴിക്കും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കഴിക്കുമ്പോഴാണ് എനിക്കൊരു ആശ്വാസവും ഒരു തൃപ്തി അതൊക്കെ തോന്നുന്നത്. അതെന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. പിന്നെ സ്കൂളിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാരിത്തരാറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിക്കണം. ഞാൻ സ്കൂളിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ അയ്യോ ചോറ് കഴിക്കണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ കഴിച്ചില്ലെങ്കിലും പണിയാണ്, അതാണ് ഏറ്റവും വലിയ വിഷയം. കഴിച്ചില്ലെങ്കിൽ വിടൂല, കഴിപ്പിച്ചിട്ടേ വിടൂ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എന്താണ് കഴിച്ചതെന്ന് ഒന്നുകൂടി കമൻ്റ് ഇടണേ. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. സപ്പോർട്ട് മാത്രമല്ല, പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ ഉണ്ടാവണം.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.